എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ആണെന്നൊക്കെ അറിയാം. പക്ഷെ പലർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുവാണ് ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഷാന. അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഡ്രൈ ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളതിനായിട്ട് ഇത് നല്ലപോലെ നനവ് വേണം. നനവെന്ന് വെച്ചാൽ വെറുതെ വെള്ളത്തിലിട്ടിട്ട് എടുക്കുക എന്നുള്ളതല്ല. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബൗൾ വെള്ളത്തിൽ ഇതുപോലെ ബ്ലെൻഡർ അതിനകത്ത് 1 മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ അതിൽ നിന്നെടുത്ത് നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിനകത്ത് വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ എടുത്തിരിക്കണം. നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ എടുക്കുക, അതിലോട്ട് വെച്ച് നന്നായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് വെള്ളവും എല്ലാം വലിച്ചെടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു ഡ്രോപ്പ് വെള്ളം വരരുത്. പക്ഷേ ബ്ലെൻഡറിന് നല്ല നനവ് വേണം, അത് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, ബ്ലെൻഡർ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ എടുക്കുക. ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഏതെങ്കിലും, നമ്മൾ സെൽഫ് മേക്കപ്പിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം നമുക്കൊരു പാലറ്റായിട്ട്, എന്താ പറയുക, ഫൗണ്ടേഷൻ പാലറ്റായിട്ട് എടുക്കാം. സോ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ബ്ലെൻഡർ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമുക്ക് മേക്കപ്പ് ചെയ്തത് അറിയത്ത് പോലുമില്ല, അത്രയും നമ്മളെ സ്കിന്നുമായിട്ട് അത്രയും ബ്ലെൻഡ് ആയിരിക്കും. നല്ല രീതിയിൽ ചിലവർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരുമാതിരി ഫീൽ ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. ഫൗണ്ടേഷനൊക്കെ ഒത്തിരി അതുപോലെ ഒന്നും തോന്നത്തില്ല. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതെങ്കിൽ സൂപ്പർബായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് അത്രയും അലിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവും. നല്ല ഫിനിഷിംഗ് ആയിരിക്കും മേക്കപ്പിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് മേക്കപ്പ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, സെൽഫ് മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂഡ് മേക്കപ്പിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ കിട്ടും. അതിനകത്ത് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നോളേജ് ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ഞാൻ സെൽഫായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും റെക്കോർഡഡ് സെഷനും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെൽഫായിട്ട് നിങ്ങൾക്കൊരു മേക്കപ്പ് ചെയ്യണം, കറക്റ്റായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ആ വീഡിയോ നിങ്ങൾക്ക്, ആ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ, 399 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായ ബ്യൂട്ടി ബ്ലെൻഡർ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്